ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളിയും അതുപോലെ കുമ്പളങ്ങയും ഇട്ടിട്ടുള്ളൊരു മോരുകറിയുടെ റെസിപ്പിയാണ്. സാധാരണ എല്ലാവരും തക്കാളി ഇട്ടിട്ട് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. മോരുകറി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്കിതിലേക്ക് വേണ്ടുന്ന കുമ്പളങ്ങ കഷ്ണം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. അതപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് അതിലാണിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിലെ വെള്ളം ഒന്ന് വറ്റി വന്നോട്ടെ. അപ്പോൾ അതിലെ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന മോരും അതുപോലെ തേങ്ങയുടെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചൂടുള്ളത് കൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടാവണ വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മോരുകറി ആരും തിളപ്പിക്കാറില്ല, അതുകൊണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം. ഇനി ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മോരുകറി ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അവസാനം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
മുളക് പൊടി ചേർക്കുന്നത് നമ്മളൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കുമ്പളങ്ങ അതുപോലെ തക്കാളി ഇട്ട് മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.